ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ ഈസിയായി ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് പുറത്തുള്ള നാരെടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് വൃത്തിയായി വാഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 20ഓളം ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 വലിയ സവോള അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 10-15 വെളുത്തുള്ളി അരിഞ്ഞത്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്ന. ഒരു ചെറിയ മുറിയുടെ തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കൊത്തെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ ചെമ്മീനിന് മസാല തയ്യാറാക്കാം. അതിനായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഈ ചെമ്മീനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുക. തേങ്ങാക്കൊത്തൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കഷ്ണവും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവോള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇടുന്നതിനായി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഈ വഴണ്ട് വന്ന മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ പൊടിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ ചേർത്ത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ആവിയിലിരുന്ന് വേണം ഇതൊന്ന് കുക്കാകുവാൻ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്നിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.